ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്മസ് മാർക്കറ്റ് കണ്ടാലോ. ഇത് യൂറോപ്പിലെ എല്ലാ റീജിയൻസിലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ സിറ്റിയിലും ഉള്ളൊരു സംഭവമാണ്. ഇത് ഏകദേശം ഒരു 1 മന്താണ് ഉണ്ടാവുക. നവംബർ ലാസ്റ്റ് 27 അല്ലെങ്കിൽ 28 അല്ലെങ്കിൽ 26 ഈ ഒരു ദിവസം തുടങ്ങിയിട്ട് ക്രിസ്മസിൻ്റെ തലേന്ന് വരെയാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ഫുഡ്സൊക്കെ നമുക്ക് കഴിക്കാനും അല്ല പല പല സാധനങ്ങൾ, അതായത് ജർമ്മൻ ഒതൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ചോക്ലേറ്റ്സ്, പിന്നെ ഇവരുടെ സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് വേറെ ഐറ്റംസ്, പിന്നെ ഇവരുടെ ഒതൻറ്റിക് ഫുഡ്സ്, അതൊക്കെ നമുക്ക് കാണാനും നമുക്ക് രുചിച്ച് നോക്കാനും ഒക്കെ സാധിക്കും. മെയിനായിട്ട് കിട്ടുന്നതാണ് വൈൻ. അത് വൈറ്റ് വൈനും കിട്ടും, റെഡ് വൈനും കിട്ടും. അത് നല്ല ടേസ്റ്റാട്ടോ അത് കഴിക്കാനായിട്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള റൈഡ്സൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു മാർക്കറ്റ് മൊത്തം ഈ കടകൾ ഇങ്ങനെ പലതരത്തിലുള്ള ഷോപ്സായിട്ട് നിറഞ്ഞ് നിൽക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. രാത്രി ആയതുകൊണ്ട് ലൈറ്റ്സും പിന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഒരുപാട് തിരക്ക്. ഇന്നായിരുന്നു ഇനോഗ്രേഷൻ. അപ്പോൾ അത് കാരണം ഒരുപാട് ആളുകൾ ഇന്ന് തന്നെ കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഈ ഒരു സിറ്റിയിൽ മാത്രമല്ല, എല്ലാ സിറ്റിയിലും എല്ലാ റീജിയനിലും എല്ലാ ഭാഗത്തും യൂറോപ്പിലെ എല്ലാ റീജിയനിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സമയത്തൊക്കെ യൂറോപ്പിലോട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് എവിടെ ഏത് സിറ്റിയിൽ ഏത് രാജ്യത്ത് പോയാലും ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രെയിൻ, അതായത് റെയിൻഡിയറിൻ്റെ ട്രെയിനും പാപ്പാനീനൊക്കെ കാണാൻ പറ്റുക. ഇതൊരു ഒറിജിനലല്ല, ജസ്റ്റ് അവരൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരുന്നതാണ്. എല്ലാ കൊല്ലം അവിടെ ഉള്ളതാണ് ഈ ട്രീയുടെ ഒപ്പം ഇങ്ങനത്തെ ഒരു സെറ്റപ്പും. പിന്നെ ഇവിടെ മെയിനായിട്ട് ആൾക്കാർ വരുന്നത് ആ ഒരു സമയത്ത് ഫുഡ് കഴിക്കാനും, പിന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും ആ ഒതൻറ്റിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും സ്വീറ്റ്സ് കഴിക്കാനും അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത്. ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് എല്ലാവരും വരും. പിന്നെന്താ പറയുക, വില കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല വിലയുണ്ട്. ഞങ്ങളൊരു സ്റ്റീക്കും പിന്നെ ഒരു കാർട്ട് ഓഫ് ഒരു ഇതായിട്ടുള്ള സാധനമാണ് കഴിച്ചത്. അപ്പോൾ അതിന് ഒരു 7 യൂറോയും 6.50 6.50 യൂറോ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരും വേറെ എന്തൊക്കെയോ, എനിക്ക് പേരുകൾ അറിയില്ല. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ്സ്, അതായത് ജർമ്മനിയിലുള്ള സ്ട്രീറ്റ് ഫുഡ്സ് നമുക്ക് കഴിക്കാൻ പറ്റണമെങ്കിൽ ഈ ഒരു സമയമാവണം. പിന്നെ ഇതൊക്കെ ആയിരുന്നു ഇങ്ങനെ കുറേ ഷോപ്സ്. ആ മാർക്കറ്റ് ഫുള്ളും, അതായത് ഇതിപ്പോൾ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ബാക്കിൽ വേറൊരു സൈഡുണ്ട്, അവിടെയും ഫുള്ള് കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് ഫ്രണ്ടിലുള്ളത്, അതായത് ഞങ്ങളുടെ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ളതായിരുന്നു. ഞങ്ങൾ കഴിച്ച ആ ഒരു സ്റ്റേക്ക് കാണിച്ചു തരാം. ഇത് ഉള്ളിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പം അത് സ്റ്റേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ താങ്ക് യു ഓൾ.